എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സെൽ ബയോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് കുറിച്ചാണ് പഠിക്കുന്നത്? സെല്ലിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സെൽ സിഗ്നലിങ്ങിനെ പറ്റിയിട്ട് പഠിക്കും, സെല്ലുലാർ ഓർഗനൽസിനെ പറ്റിയിട്ട് പഠിക്കും, സെല്ലുലാർ റെപ്ലിക്കേഷൻ ഉണ്ട്, സെല്ലുലാർ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, സെല്ലുലാർ ട്രാൻസ്ലേഷനിലേക്ക് പ്രോസസ്സുകളുണ്ട്. ഓക്കെ, സെൽ ബയോളജി ഏരിയയിൽ വരുന്ന കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെൽ ബയോളജി ഏരിയയിലെ സെൽ സിഗ്നലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലുമായിട്ട് വേറൊരു സെല്ല് ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ സിഗ്നലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ സൈറ്റോപ്ലാസ്മിക് റീജിയനും ഉണ്ടാവും, എക്സോപ്ലാസ്മിക് ആയിട്ടുള്ള റീജിയനും ഉണ്ടാവും. അവിടേക്ക് ഒരു ലിഗാൻഡ് മോളിക്യൂൾ വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത്. എവിടേക്ക് വന്നിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്? ഒരു റിസപ്റ്റർ മോളിക്യൂളിലേക്കായിരിക്കും ഒരു ലിഗാൻഡ് മോളിക്യൂൾ വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് റിസപ്റ്റർ മോളിക്യൂൾ, ഈ റിസപ്റ്റർ മോളിക്യൂളിലേക്ക് ലിഗാൻഡ് മോളിക്യൂൾ വന്ന് ഇൻട്രാക്ട് ചെയ്യും. ഈ ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് സെല്ലുലാർ റെസ്പോൺസസ് ക്യാരി ഔട്ട് ചെയ്യപ്പെടും. ഈ സെല്ലുലാർ റെസ്പോൺസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. So we will be here discussing about the cell signaling. First we will be discuss about the MCQ questions about the cell signaling process. So the first question is, which of the following is not a typical example of second messenger? താഴെ കാണിച്ചിരിക്കുന്നവയിൽ ഏതാണ് സെക്കൻഡ് മെസ്സഞ്ചർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. First option A is cyclic AMP, option B is calcium 2+, option C is insulin, and option D is IP3. IP3 means ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്. നിങ്ങൾക്ക് ഈ ഏരിയ ഒക്കെ പഠിച്ച് കവർ ആയിട്ടുണ്ട് എന്നറിയാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് സൈക്ലിക് AMP. സൈക്ലിക് AMP എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്, അല്ലേ? GPCR റിലേറ്റഡ് സിഗ്നലിംഗ് വരുന്ന സമയത്ത് G-alpha സ്റ്റിമുലേറ്ററിയിൽ വരുന്ന ഒരു സിഗ്നലിംഗ് പ്രോസസ്സിൽ വരുന്ന ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ് എന്ത്? സൈക്ലിക് AMP എന്ന് പറയുന്നത്. റിസപ്റ്റർ ചെന്നിട്ട് ലിഗാൻഡ് റിസപ്റ്ററിലേക്ക് ചെന്ന് ഇൻട്രാക്ട് ചെയ്യുന്നു. റിസപ്റ്ററിലോട്ടേക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് G-alpha GTP ഫോം ചെയ്യുന്നു. അത് G-alpha ഡിസോസിയേഷൻ വരുന്നു. G-alpha ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു? അതിൻ്റെ സെക്കൻഡ് മെസ്സഞ്ചർ, അതിൻ്റെ എഫക്റ്റർ മോളിക്യൂളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ എഫക്റ്റർ മോളിക്യൂൾ ആയിരിക്കും ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എപ്രീനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് മോളിക്യൂൾ. ഈ എപ്രീനെഫ്രിൻ എന്ന് പറയുന്ന ലിഗാൻഡ് മോളിക്യൂൾ അതിൻ്റെ റിസപ്റ്ററിലേക്ക് ചെന്നിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. റിസപ്റ്ററിലേക്ക് ചെന്നിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം അത് അവിടെ ഓണായി. GPCR റിലേറ്റഡ് സിഗ്നൽ ആയതുകൊണ്ട് അവിടെ ഓണായി. G-alpha എവിടേക്ക് പോകുന്നു? G-alpha ഡിസോസിയേറ്റ് ചെയ്തിട്ട് എഫക്റ്റർ മോളിക്യൂളിലേക്ക് പോകുന്നു. എഫക്റ്റർ മോളിക്യൂൾ എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ മെംബ്രെയിനിലായിട്ടായിരിക്കും എന്ത്? എഫക്റ്റർ മോളിക്യൂൾസ് കാണുന്നുണ്ടാവുക. പ്ലാസ്മ മെംബ്രെയിൻ ആങ്കേർഡ് ആയിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ എഫക്റ്റർ മോളിക്യൂൾസും കാണുന്നുണ്ടാവുക. ഈ എഫക്റ്റർ മോളിക്യൂൾസ് ആരെ ഓണാക്കും? സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ഓണാക്കും. അപ്പം G-alpha സ്റ്റിമുലേറ്ററിയിൽ വരുന്ന എഫക്റ്റർ മോളിക്യൂളാണ് അഡിനൈൽ സൈക്ലേസ്. അഡിനൈൽ സൈക്ലേസ് ഓണാക്കുന്ന സെക്കൻഡ് മെസ്സഞ്ചർ ആണ് എന്ത്? സൈക്ലിക് AMP എന്ന് പറയുന്നത്. ഈ സൈക്ലിക് AMP പിന്നെ വേറെ എൻസൈംസിനെ അതിൻ്റെ ട്രാൻസ്സെല്ലുലാർ പ്രോസസ്സ് ഓണാക്കി, സെൽ സിഗ്നലിംഗ് പ്രോസസ്സിനെ ഓണാക്കി ജീൻ്റെ ആംപ്ലിഫിക്കേഷൻസ് കാര്യങ്ങൾ നടക്കുന്നു, അല്ലേ? അപ്പം സൈക്ലിക് AMP ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. കാൽസ്യം 2+ഉം അതേപോലെ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും അല്ലെങ്കിൽ സെല്ലിൻ്റെ ഔട്ട്സൈഡിൽ നിന്നും സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുന്ന ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണെന്ത്? കാൽസ്യം 2+ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. അതൊരിക്കലും ഒരു സെക്കൻഡ് മെസ്സഞ്ചർ അല്ല, അല്ലേ? നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പാരാക്രൈൻ ടിഷ്യൂവിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഇൻസുലിൻ റിലീസ് ചെയ്യപ്പെടുന്ന പാൻക്രിയാറ്റിക് ടിഷ്യൂവിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ആണ് ഇത് ഇൻസുലിൻ എന്ന് പറയുന്നത്. IP3 ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. IP3 എന്ന് പറയുന്നത് നമ്മളെ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ് എന്ത്? IP3 മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ അത് ആൻസർ ഈസ് ഇൻസുലിൻ ആണ്. ഏതിന് എക്സാമ്പിൾ? ഏത് സെക്കൻഡ് മെസ്സഞ്ചർ അല്ലാത്തതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So the next question is, tyrosine kinase receptors are primarily involved in. Tyrosine kinase receptors are primarily involved in. First option is
activating the G proteins, and the second option is ion transport across the cell membrane, and third one is phosphorylating proteins on the residues, and the fourth option is hydrolyzing the ATP to cyclic AMP. അപ്പം സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് സെൽ സിഗ്നലിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് GPCR റിലേറ്റഡ് സിഗ്നലിംഗ്. GPCR റിലേറ്റഡ് എന്ന് വെച്ചാൽ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഒരു റിസപ്റ്റർ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതൊരു റിസപ്റ്റർ മോളിക്യൂൾ എടുക്കുകയാണ്, അതിലേക്ക് വരുന്ന ഒരു ലിഗാൻഡ് മോളിക്യൂൾ ഉണ്ട്. എന്താണ് പറഞ്ഞത്? G പ്രോട്ടീൻ കപ്പിൾഡ് ആയിട്ടുള്ള റിസപ്റ്റർ മോളിക്യൂൾ. ഇവിടെ ആയിട്ട് ആരുണ്ടാവും? നമ്മളുടെ G പ്രോട്ടീൻ ഉണ്ടാവും. G പ്രോട്ടീൻ എന്ന് പറയുന്ന സമയത്ത് G ആൽഫ, G ബീറ്റ, ഒരു മൾട്ടിമെറിക് പ്രോട്ടീൻ ആണെങ്കിൽ ഒരു G ആൽഫ, ബീറ്റ ആൻഡ് G ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാവും. ഇതാണ് GPCR റിലേറ്റഡ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻസൈം റിസപ്റ്റർ. ഓക്കെ, എൻസൈം റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇത്. ഇവിടെ ഒരു റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും, അവിടേക്ക് ഒരു ലിഗാൻഡ് മോളിക്യൂൾ വരുന്നുണ്ടാവും അല്ലേ? ഒരു ലിഗാൻഡ് മോളിക്യൂൾ വരുന്നുണ്ടാവും. ഈ റിസപ്റ്റർ മോളിക്യൂൾ തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു എൻസൈം ആയിട്ട് ആക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ടൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. Tyrosine kinase receptors is example for enzyme linked receptors molecule. So the question is, tyrosine kinase receptors are primarily involved in. Tyrosine kinase receptor ന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Tyrosine kinase receptor മോളിക്യൂളിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡയഗ്രത്തിൽ പറയുന്നത് നമ്മളൊരു പ്ലാസ്മ മെംബ്രെയിൻ റീജിയൻ ഉണ്ടാവും, അവിടെ ഒരു എക്സ്റ്റീരിയർ റീജിയൻ ഉണ്ടാവും, പിന്നെ സെല്ലിന്റെ ഉള്ളിലായിട്ടുള്ള സൈറ്റോസോൾ റീജിയനും ഉണ്ട് അല്ലേ? സൈറ്റോസോൾ റീജിയൻ ഉണ്ട്. അതിനെ ഈ മെംബ്രെയിനിൽ സ്പാൻ ചെയ്തിട്ട് ഏതുണ്ടാവും? നമ്മുടെ റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ ട്രാൻസ് മെംബ്രെയിൻ ഹെലിക്സ് എന്ന് പറയുന്നത്. അവിടേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലിഗാൻഡ് മോളിക്യൂൾ ചെന്നിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ലിഗാൻഡ് മോളിക്യൂൾ ചെന്നിട്ട്, ഇതാണ് നമ്മളെ റിസപ്റ്റർ മോളിക്യൂൾ, ഈ റിസപ്റ്റർ മോളിക്യൂളിലേക്ക് ചെന്നിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എൻസൈം ആക്ടിവിറ്റി ഓൺ ആവും. എന്താണ് സംഭവിക്കുന്നത്? ഡൈമറൈസേഷൻ ആൻഡ് ഫോസ്ഫോറിലേഷൻ ഓഫ് ദ ആക്ടിവേഷൻ ഓഫ് ടൈറോസിൻ കൈനേസ്. ഡൈമറൈസേഷൻ സംഭവിക്കുന്നത്, രണ്ട് മോണോമർ ആയിട്ട് ഉണ്ടായിരുന്ന ഈ റിസപ്റ്റർ മോളിക്യൂൾസിന്റെ ഡൈമറൈസേഷൻ ഒരുമിച്ച് വന്നതിന് ശേഷം അവിടെ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട്. ഫോസ്ഫോറിലേഷൻ ഇത് എന്ന് പറയുന്നത് എന്താ? അതിന്റെ ലൂപ്പാണ്, ആക്ടിവേഷൻ ലൂപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ആക്ടിവേഷൻ ലൂപ്പിലേക്ക് ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ട്രാൻസ്ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ഫോസ്ഫോറിലേഷൻ കഴിഞ്ഞിട്ട് ഓട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നു. ഓട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടന്നതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസ് ഓൺ ആവുന്നത് അല്ലേ? ഇവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ടൈറോസിൻ റെസിഡ്യൂസിലാണ്. അമിനോ ആസിഡായ ടൈറോസിൻ റെസിഡ്യൂസിലേക്കാണ് എന്ത് ഫോസ്ഫോറിലേഷൻ പ്രോസസ്സ് നടക്കുന്നത് അല്ലേ? ഈ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ടൈറോസിൻ മോളിക്യൂൾസിലേക്കാണ് നടക്കുന്നത്. അതാണ് നമ്മൾ ടൈറോസിൻ കൈനേസ് റിസപ്റ്റർ മീഡിയേറ്റ് ഇതിലേക്ക് നടക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ടൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സ് ആർ പ്രൈമറി ഇൻവോൾവ്. നമുക്ക് മനസ്സിലായത് ഫോസ്ഫോറിലേഷൻ ആണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു ലിഗാൻഡ് മോളിക്യൂൾ റിസപ്റ്റർ മോളിക്യൂളിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മോണോമേഴ്സ് അത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ആ മോണോമേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്ന ഡൈമറൈസേഷൻ സംഭവിച്ചു. ആ ഡൈമറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടെ ആക്ടിവേഷൻ ലൂപ്പിൽ ട്രാൻസ്ഫോസ്ഫോറിലേഷൻ ആണ് സംഭവിച്ചത്. അതിനുശേഷം ഓട്ടോഫോസ്ഫോറിലേഷൻ നടന്നു. അതിനുശേഷം ബാക്കിയുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസ് ഓണായി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് പറയുന്ന ആക്ടിവേഷൻ ഓഫ് G പ്രോട്ടീൻസ് അല്ല. ആക്ടിവേഷൻ ഓഫ് G പ്രോട്ടീൻസ് അല്ല. G പ്രോട്ടീൻസ് എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പ് റിസപ്റ്റർ മോളിക്യൂൾ ആൻഡ് റിസപ്റ്റർ മീഡിയേറ്റഡ് സിഗ്നലിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് അയൺ ട്രാൻസ്പോർട്ട് അക്രോസ് ദ സെൽ മെംബ്രെയിൻ വരുന്നുണ്ടോ? ഇല്ല. അയൺ ട്രാൻസ്പോർട്ട് അക്രോസ് ദ സെൽ മെംബ്രെയിൻ ആദ്യം വരുന്നില്ല. പ്രൈമറി ഇൻവോൾവ് ചെയ്യപ്പെടുന്ന എന്താണ് വരുന്നത്? ഫോസ്ഫോറിലേറ്റിംഗ് ദ പ്രോട്ടീൻസ് ഓൺ ദ ടൈറോസിൻ റെസിഡ്യൂസ് ആണ് വരുന്നത്. ഫോസ്ഫോറിലേറ്റിംഗ് ദ പ്രോട്ടീൻസ് ഓൺ ദ ടൈറോസിൻ റെസിഡ്യൂസിലേക്ക് ഫോസ്ഫോറിലേഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ഫോർത്ത് ഓപ്ഷൻ ഈസ് ഹൈഡ്രലൈസിംഗ് ദ ATP ടു സൈക്ലിക് AMP സംഭവിക്കുന്നുണ്ടോ? ഇല്ല. GPCR മീഡിയേറ്റഡ് സിഗ്നലിംഗിൽ പോലെ എഫക്റ്റർ മോളിക്യൂൾ ആയിട്ടുള്ള സൈക്ലിക് AMPന്റെ ഫോർമേഷൻസ് ടൈറോസിൻ കൈനസ് റിസപ്റ്റർ മീഡിയേറ്റഡ് സെൽ സിഗ്നലിംഗിൽ സംഭവിക്കുന്നില്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം 1-2 തവണ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു എക്സാം പേപ്പർ എടുത്ത് വായിക്കുന്ന സമയത്ത് വായിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ചോദ്യകർത്താവ് എക്സാമിനർ എന്താണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അതൊരു ആൻസർ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഒരിക്കലും അതിലേക്ക് പോകരുത്. നമ്മൾ 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം 4 ഓപ്ഷന് 2 ആവർത്തി വായിച്ചതിന് ശേഷം 2 ടൈംസ് എങ്കിലും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിരിക്കണം. വായിച്ചതിന് ശേഷം മാത്രമേ ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽ സിഗ്നലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ATP ടു സൈക്ലിക് AMP ഇൻ ദ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ? ഏത് എൻസൈമാണ് ATPനെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു GPCR റിലേറ്റഡ് സിഗ്നലിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? GPCR റിലേറ്റഡ് സിഗ്നലിംഗ് പ്രോസസ്സിന്റെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. GPCR റിലേറ്റഡ് സിഗ്നലിംഗ് എന്ന് പറയുന്ന സമയത്ത് G പ്രോട്ടീൻ കപ്പിൾഡ് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ മോളിക്യൂൾ ഇവിടെ ഉണ്ടാവും, റിസപ്റ്റർ ഉണ്ടാവും അല്ലേ? റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാവും? നമ്മളെ G പ്രോട്ടീൻ ഉണ്ടാവും. ഇവിടേക്ക് വന്നിട്ടാണ് നമ്മളെ ലിഗാൻഡ് മോളിക്യൂൾ വന്ന് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ G ആൽഫ ചെന്നിട്ടാണ് ഒരു എഫക്റ്റർ മോളിക്യൂളിനെ ഓൺ ആക്കും അല്ലേ? മെംബ്രെയിനിൽ തന്നെയുള്ള ഒരു എഫക്റ്റർ മോളിക്യൂളിനെ ഓൺ ആക്കും. ആ എഫക്റ്റർ മോളിക്യൂൾ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ എഫക്റ്റർ മോളിക്യൂൾ ആണ് സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ടുള്ള സൈക്ലിക് AMPന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇല്ലേ? ATPനെ സൈക്ലിക് AMP ആക്കി മാറ്റുന്നത് ഈ എഫക്റ്റർ മോളിക്യൂളാണ്. ആ എഫക്റ്റർ മോളിക്യൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഇത് നമ്മളെ ATP എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലേ? ഇതാണ് ATP എന്ന് പറയുന്നത് എന്താ? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഒരു അഡിനോസിൻ നൈട്രജൻ ബേസ് ആയിട്ടുള്ള അഡിനോസിൻ മോളിക്യൂൾ ഉണ്ട്. പിന്നെ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട് അല്ലേ? ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്. ഒരു പെൻറ്റോസ് ഷുഗർ മോളിക്യൂൾ ഉണ്ട്. പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ട്രൈ ഫോസ്ഫേറ്റും ഉണ്ട്. 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്നില്ലേ? 1, 2, 3. 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സും കാണിക്കുന്നുണ്ട്. ഈ ATPനെ ആരാണ് സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഓക്കെ, ATPനെ സൈക്ലിക് AMP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് അഡിനൈൽ സൈക്ലേസ്. എന്ന് പറഞ്ഞ എൻസൈമാണ് ATPനെ സൈക്ലിക് AMP ആയിട്ട് മാറ്റുന്നത്. സൈക്ലിക് AMP ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈക്ലിക് ആയിട്ടുള്ള AMP മീൻസ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അല്ലേ? അഡിനോസിൻ മോളിക്യൂൾ നൈട്രജൻ ബേസ് ആയിട്ടുള്ള അഡിനിൻ നൈട്രജൻ ബേസ് വന്നു. പിന്നെ സാധാ ഷുഗർ മോളിക്യൂളും വന്നു. പിന്നെ എവിടെയാണ് മാറ്റം വന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലാണ് മാറ്റം വന്നത് അല്ലേ? ഇവിടെ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മോളിക്യൂൾ ഉണ്ടായിരുന്നു. പക്ഷേ സൈക്ലിക് AMPയിലേക്ക് എത്തുന്ന സമയത്ത് എത്ര ഫോസ്ഫേറ്റ് മോളിക്യൂളുള്ളൂ? ഒരൊറ്റ ഫോസ്ഫേറ്റ് മോളിക്യൂളുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഒറ്റ ഫോസ്ഫേറ്റ് മോളിക്യൂളുള്ളൂ. ആ മോണോഫോസ്ഫേറ്റ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? കണ്ടോ? മോണോഫോസ്ഫേറ്റ് 5th കാർബണുമായിട്ടും അതേപോലെ തന്നെ 3rd കാർബണുമായിട്ടും ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു റിംഗ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ? 1, 2, 3, 4, 5th കാർബൺ. 5th കാർബണുമായിട്ടും 3rd കാർബണുമായിട്ടും ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു റിംഗ് ആണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സൈക്ലിക് AMP എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് അഡിനൈൽ സൈക്ലേസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എൻസൈം ഉണ്ട്, അത് നമുക്ക് എക്സ്ട്രാ പഠിക്കാം. അഡിനൈൽ സൈക്ലിക് AMPനെ AMP ആക്കി മാറ്റുന്ന എൻസൈം. സൈക്ലിക് AMPനെ AMP ആക്കി മാറ്റുന്ന എൻസൈം ആണത് ഫോസ്ഫോഡൈഎസ്റ്ററേസ്. നമ്മൾ PDE എന്ന് പറയും. ഓക്കെ, PDE എന്ന് പറയും. ഫോസ്ഫോഡൈഎസ്റ്ററേസ് വിൽ കൺവേർട്ട് സൈക്ലിക് AMP ഇൻടു AMP എന്ന് വെച്ചാൽ ഈ സൈക്ലിക് ഫോർമേഷൻ അവിടെ ഇല്ലാണ്ടാവും. ഈ സൈക്ലിക് മോളിക്യൂൾ അവിടെ റിലീസ് ആയതുകൊണ്ടോ 3rd കാർബണായിട്ടുള്ള ബോണ്ടിങ് അവിടെ പോയിട്ട് ഇത് ഫ്രീ ആയിട്ട് നിന്നു. അപ്പം അഡിനോസിൻ മോണോ ഫോസ്ഫേറ്റ് മോളിക്യൂൾസിന്റെ ഫോർമേഷൻ ഇവിടെ നടന്നു. AMPന്റെ ഫോർമേഷൻ നടന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എക്സാം ആണ് ഫോസ്ഫോഡൈഎസ്റ്ററേസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം.
ക്വസ്റ്റിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ATPനെ സൈക്ലിക് AMP ആക്കി മാറ്റുന്ന എൻസൈം. ഫസ്റ്റ് വൺ ഈസ് ഫോസ്ഫോഡയസ്റ്ററേസ്. അല്ല, ഫോസ്ഫോഡയസ്റ്ററേസ് എന്താ ചെയ്യുന്നത്? സൈക്ലിക് AMPനെ AMP ആക്കി മാറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോഡയസ്റ്ററേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് അഡിനൈൽ സൈക്ലേസ്. ഉറപ്പിക്കരുത്, നമ്മൾ ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസും കൂടി നോക്കണം. പിന്നെ വരുന്നതാണത് പ്രോട്ടീൻ കൈനേസ് എ, ഇല്ലേ? PKA എന്ന് നമ്മൾ പറയും. നോർമലി PKA എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പ്രോട്ടീൻ കൈനേസ് എ അല്ല. കൈനേസസ് എന്ന് പറഞ്ഞ എൻസൈം എന്താ? കൈനേസസ് എന്ന് പറയുമ്പം അത് ഫോസ്ഫോറിലേഷൻ ചെയ്യുന്ന എൻസൈംസിനാണ് നമ്മൾ കൈനേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോസ്ഫോറിലേറ്റിംഗ് എൻസൈംസിനാണ് നമ്മൾ കൈനേസസ് എന്ന് പറയുന്നത്. സെല്ലിൻ്റെ ഉള്ളിൽ കുറേയധികം കൈനേസസ് മോളിക്യൂളുകൾ ഉണ്ടാവും. നമ്മൾ സെൽ സൈക്കിളെല്ലാം പഠിക്കുന്ന സമയത്ത് കുറേയധികം കൈനേസസ് മോളിക്യൂൾ ഉണ്ടാവും. CDK ഡിപ്പെൻഡൻറ്റ് കൈനേസ്, സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? ഫോസ്ഫോറിലേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള പ്രോട്ടീൻ കൈനേസ് കൈനേസസ് എ എന്ന് പറഞ്ഞ എൻസൈം അല്ല. ഗ്വാനിലേസ് സൈക്ലേസ് ആണോ? അല്ല. ഗ്വാനിലേസ് സൈക്ലേസ് എന്ന് പറയുന്നത് ഗ്വാനിൻ ന്യൂക്ലിയോടൈഡിനെ GMPനെ സൈക്ലിക് GMP ആക്കി മാറ്റുന്ന എൻസൈം ആണ് എന്ത്? ഗ്വാനിലേസ് സൈക്ലേസ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് അഡിനൈൽ സൈക്ലേസ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഒന്ന് GPCR റിലേറ്റഡ് സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതും ഒന്ന് എൻസൈം റിലേറ്റഡ് റിസപ്റ്റർ ആയിട്ടുള്ളതിൻ്റെ ടൈറോസിൻ കൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് കവർ ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് MAP കൈനേസസ് പാത്വേ ആർ കോമൺലി ആക്ടിവേറ്റഡ് ബൈ. MAP കൈനസ് പാത്വേസ് ആർ കോമൺലി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് MAP കൈനസ് പാത്വേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് അയോൺ ചാനൽസ്. സെക്കൻഡ് വൺ ഈസ് റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ് ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഈസ് G protein coupled receptor and the fourth one is nuclear receptor. MAP കൈനസ് പാത്വേ എന്ന് പറയുന്നത് ഏത് പാത്വേയാ? RAS-MAP പാത്വേ ആണ് അല്ലേ? RAS-MAP പാത്വേ ആണ് വരുന്നത്. RAS-MAP പാത്വേ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സെല്ലിൻ്റെ ഡിവിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാത്വേ ആണെന്ത്? RAS-MAP കൈനസ് പാത്വേ എന്ന് പറയുന്നത്. സെൽ ഡിവിഷന് വേണ്ടിയിട്ട്, സെല്ലുലാർ സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ട് സെല്ലിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യും. അപ്പം MAP കൈനസ് പാത്വേ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. അയോൺ ചാനൽസ് ആണോ? അല്ല. അയോൺ ചാനൽസ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ മെംബ്രെയിനിലുള്ള ചാനൽസ് ആണ്. ആ ചാനൽസ് വഴി ഒരു സെല്ലുലാർ സിഗ്നലിംഗ് പാത്വേയും ഫസ്റ്റ് തന്നെയായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. അതൊരു പാർട്ട് ഓഫ് ദ സെൽ സിഗ്നലിംഗ് മാത്രമേ ഉള്ളൂ അയോൺ ചാനൽസ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ പുറത്തു നിന്നും അയൺ മോളിക്യൂൾസ്, ഇപ്പോൾ കാൽസ്യം 2+ ആയിട്ടുള്ള മോളിക്യൂൾസ് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുന്നത്. അതിനാണ് നമ്മൾ അയോൺ ചാനൽസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സോഡിയം ഇൻടേക്ക് വരുന്നത്, ക്ലോറൈഡിൻ്റെ ഇൻടേക്ക് വരുന്നത് ചാനൽസ് ആയിട്ട് വരുന്നത് അല്ല. റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ് അല്ലേ? റിസപ്റ്റർ ടൈറോസിൻ കൈനേസസിൻ്റെ ഭാഗമായിട്ടാണ് എന്ത്? MAP കൈനേസ് പാത്വേസ് ഓൺ ആവുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് G protein coupled receptor ആണോ? അല്ല. G protein coupled റിസപ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് ഹോർമോണലായിട്ടുള്ള ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടുള്ള സെല്ലുലാർ സിഗ്നലിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് അല്ല. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിനിലായിട്ട് കാണപ്പെടുന്നതാണ്. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ല. അവരും ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് റിസപ്റ്റർ ടൈറോസിൻ കൈനേസസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ജാക്സ്റ്റാറ്റ് പാത്വേ ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത്. ഏതുമായിട്ടാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജാക്സ്റ്റാറ്റ് പാത്വേ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ സിഗ്നലിംഗ് പാത്വേ അല്ലേ? എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ സിഗ്നലിംഗ് പാത്വേക്ക് എക്സാമ്പിൾ ആണെന്ത്? ജാക്സ്റ്റാറ്റ് പാത്വേ എന്ന് പറയുന്നത്. ജാക്സ്റ്റാറ്റ് പാത്വേയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇവിടെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. സാധാരണ പോലെ തന്നെ റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും. ലിഗാൻഡ് മോളിക്യൂൾ ഇതിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ലിഗാൻഡ് മോളിക്യൂൾ എന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിസപ്റ്ററിലുമായിട്ട് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ട് ഒരു ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ ഉണ്ടാവും.
ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളോ, ഈ മോളിക്യൂൾസിൻ്റെ ആക്ടിവേഷൻ, ഈ മോളിക്യൂളിനാണ് എന്ത് ആക്ടിവിറ്റി ഉള്ളത്, എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്നത്. ഈ മോളിക്യൂളാണ് എൻസൈം ആക്ടിവിറ്റി കാണിക്കുന്നത്. ഈ ജാക്ക് എന്ന് പറയുന്ന മോളിക്യൂളാണ് പിന്നെ ഏത് മോളിക്യൂൾ ഓൺ ആക്കുന്നത്, സ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിനെ ഓൺ ആക്കുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജാക്ക് സ്റ്റാറ്റ് പാത്ത് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത്, ഫസ്റ്റ് വൺ ഈസ് ജി പ്രോട്ടീൻ സിഗ്നലിംഗ് ആണോ, അല്ല, ജി പ്രോട്ടീൻ സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ്, ഫോർത്ത് വൺ ഈസ് അയോൺ ചാനൽ സിഗ്നലിംഗ്, അല്ല, അയോൺ ചാനൽ സിഗ്നലിംഗ് നമ്മൾ നേരത്തെ തന്നെ നോക്കിയാണോ, അതൊരിക്കലും സിഗ്നലിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് തന്നെ ഓൺ ആവുന്നില്ല. ഫോർത്ത് ഓപ്ഷൻ ഈസ് ന്യൂക്ലിയർ ഹോർമോൺ റിസപ്റ്റേഴ്സ്, അല്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ജി പ്രോട്ടീൻ കപ്പിൾഡ് സിഗ്നലിംഗ് ആണോ, അല്ലല്ലോ. ജാക്ക് സ്റ്റാറ്റ് പാത്വേ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ GPCR signaling pathway. So the option is cytokine receptors. Cytokine receptors mediated signaling ആണ് ജാക്ക് സ്റ്റാറ്റ് പാത്വേസിന് എക്സാമ്പിൾ. സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇന്റർലൂക്കിൻസ്, ഇന്റർഫെറോൺസ്, പ്രൊലാക്റ്റിൻസ് ലൈക്ക് മോളിക്യൂൾസ്, ഇതെല്ലാം സൈറ്റോകൈൻസിന് എക്സാമ്പിളാണ്. സെൽ ഡിവിഷൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് ഇത്, ഇന്റർലൂക്കിൻസ്, ഇന്റർഫെറോൺസ്, പ്രൊലാക്റ്റിൻ എന്നൊക്കെ പറയുന്നത്. ഈ മോളിക്യൂൾ, ഈ ലിഗാൻഡ് മോളിക്യൂളൊക്കെ ചെന്നിട്ടാണ് എവിടേക്ക് ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നത്, നമ്മളെ റിസപ്റ്റർ മോളിക്യൂളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈ റിസപ്റ്റർ മോളിക്യൂളിൻ്റെ ഇൻട്രാക്ഷൻ വഴിയാണ് നമ്മളെ ജാക്ക് സ്റ്റാറ്റ് പാത്വേ ഓൺ ആവുന്നത്, അല്ലേ. ജാക്ക് സ്റ്റാറ്റ് പാത്വേ ഓൺ ആയിട്ട് അവിടെ സെൽ സിഗ്നലിംഗ് പ്രോസസ്സ് നടക്കും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ ജാക്ക് സ്റ്റാറ്റ് സിഗ്നലിംഗ് പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവും. ആ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റിലോട്ടേക്ക് നമ്മളെ ലിഗാൻഡ് ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. ലിഗാൻഡ് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡൈമറൈസേഷൻ സംഭവിക്കുന്നു. ഡൈമറൈസേഷൻ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ റിസപ്റ്ററുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ട്, ജാക്ക് ഉണ്ട്. ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കൈനേസ് മോളിക്യൂൾ ഉണ്ട്. ആ കൈനേസ് മോളിക്യൂളിൽ ട്രാൻസ്ഫോസ്ഫോറിലേഷൻ നടന്നു, കണ്ടോ, ട്രാൻസ്ഫോസ്ഫോറിലേഷൻ നടന്നു. അതിനുശേഷം അവരിലേക്ക് ഓട്ടോഫോസ്ഫോറിലേഷൻ നടന്നു. ഓട്ടോഫോസ്ഫോറിലേഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായി, നമ്മളെ ജാക്ക് ഓൺ ആവും. ജാക്കാണ് പിന്നെ ആര് ഓൺ ആക്കുന്നത്, സ്റ്റാറ്റിന് ഓൺ ആക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാൽസ്യം അയോൺസ് Ca2+ act as a second messenger in many signaling pathways by. Calcium ion act as a second messenger. Second messenger ഓൺ ആക്കുന്ന ആരാ, എഫക്ടർ മോളിക്യൂൾസ്, അല്ലേ. എഫക്ടർ മോളിക്യൂൾസ് ആണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ഓൺ ആക്കുന്നത്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഇൻ മെനി സിഗ്നലിംഗ് പാത്വേസ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് directly phosphorylating the proteins, and second one is activating enzymes such as calmodulin dependent kinases. Fourth one is blocking ion channels in the plasma membrane. Fourth option is decreasing the rate of signal transduction. ഫോസ്ഫോറിലേഷൻ വഴിയാണോ കാൽസ്യം 2+ സിഗ്നലിംഗ് ഓൺ ആവുന്നത്? അല്ല, ഒരിക്കലും അല്ല, അല്ലേ. കാൽസ്യം 2+ സിഗ്നലിംഗ് ഒരിക്കലും അതുവഴിയല്ല ഓൺ ആവുന്നത്. സെക്കൻഡ് വൺ ഈസ് ആക്ടിവേറ്റിംഗ് എൻസൈം സച്ച് ആസ് കാൽമോഡുലിൻ ഡിപ്പെൻഡന്റ് കൈനേസസ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഓർത്തിരുന്നു എന്താ, കാൽമോഡുലിൻ കാൽസ്യം 2+ കോംപ്ലക്സ് സെല്ലിൻ്റെ സിഗ്നലിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത്, കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻസ് സെല്ലിൻ്റെ ഉള്ളിൽ കൂടുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്ത്, കാൽമോഡുലിൻ 2+ കോംപ്ലക്സ് എന്ന് പറയുന്നത്. In many cells, the cells rise in cytosolic calcium 2+ that follows our receptor signaling via phospholipases generated IP3 to the activation transcription factors. In some cases, calcium 2+ calmodulin activates the protein kinase, in turn phosphorylating the transcription factors. നമ്മൾ ഈ കാൽമോഡുലിൻ 2+ കോംപ്ലക്സുകൾ ഓൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മിക്ക ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഓൺ ആവുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണെന്ത്, സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ജീൻസിനെ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ജീനിനെ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണിത്, ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്, അല്ലേ.
അപ്പം കാൽസ്യം കാൽമോഡിൻ ഡിപ്പെൻഡ് കൈനേസസ് ആണ് എന്ത് സെൽ സിഗ്നലിംഗ് പ്രോസസ്സിൽ കാൽസ്യം അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഡിക്രീസ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ദ റേറ്റ് ഓഫ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. സിഗ്നൽ ട്രാൻസ്ഡക്ഷന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. Next question is phospholipase C plays a central role in the signal transduction ways. Phospholipase C എന്ന് പറഞ്ഞ എൻസൈം അല്ലേ? Phospholipase C plays a central role in signal transduction by phospholipase C ന്റെ ഫംഗ്ഷൻ PLC ന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PLC ന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. PLC എന്ന് പറയുന്നത് ഏത് സിഗ്നലിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഓണാവുന്നതാണ്? നമ്മളെ GPR സിഗ്നലിംഗിൽ G-alpha Oയും G-alpha Qന്റെ ഭാഗമായിട്ട് ഓണാവുന്ന ഒരു എഫക്റ്റർ മോളിക്യൂൾ ആണ് എന്ത് ഫോസ്ഫോലിപ്പേസ് C എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ G പ്രോട്ടീൻ കപ്പിൾഡ് ആയിട്ടുള്ള റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിലോട്ടേക്ക് ലിഗാൻഡ് മോളിക്യൂൾ ചെന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇവിടെ G-alpha ഉണ്ട്, G-beta gamma ഉണ്ട് അല്ലെ? G-beta gamma ഉണ്ട്. ഓൺ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ G-beta gamma ഡിസോസിയേറ്റ് ചെയ്യപ്പെടും. G-beta gamma അല്ല, G-alpha ഡിസോസിയേറ്റ് ചെയ്യപ്പെടും. ഇവിടേക്ക് GTP ചെന്ന് ബൈൻഡ് ആവും. ഈ GTP ചെന്ന് ബൈൻഡ് ആവുന്ന സമയത്ത് G-alpha ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? G-alpha GTP ആരെ ഓണാക്കും? നമ്മുടെ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ട്രൈഫോസ്ഫേറ്റിനെ നമ്മൾ ഓണാക്കും. അതിനെ ക്ലീവ് ചെയ്യും. ആര് ക്ലീവ് ചെയ്യും? നമ്മുടെ ഫോസ്ഫോലിപ്പേസ് C എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ക്ലീവ് ചെയ്യും. PIP2നെ ക്ലീവ് ചെയ്തിട്ട് അത് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? IP3 ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് പ്ലസ് ഡൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിനെ ഓണാക്കുന്നുണ്ട് ഇല്ലേ? PLC ആരെ ക്ലീവ് ചെയ്തിട്ട് PIP2നെ ക്ലീവ് ചെയ്തിട്ട് ഡൈ അസൈൽ ഗ്ലിസറോളിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഇല്ലേ? രണ്ട് അസൈൽ ചെയിൻസ് കണ്ടോ? ഡൈ അസൈൽ ഗ്ലിസറോൾ, ഇവിടെ ഗ്ലിസറോൾ ബാക്ക് ബോണും ഉണ്ടാവും. അസൈൽ ഗ്ലിസറോളിനെയും IP3 എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിനെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ IP3 മോളിക്യൂൾ എന്താ ചെയ്യുന്നത്? ഈ IP3 മോളിക്യൂൾ ആണ് റിലീസ് ചെയ്യപ്പെട്ടത്. ഡാഗ് മോളിക്യൂൾ സെൽ മെംബ്രെയിനിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. IP3 മോളിക്യൂൾ റിലീസ് ചെയ്തിട്ട് അത് നമ്മളെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലേക്ക് എത്തും. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലേക്ക് എത്തിയതിനു ശേഷം അവർ IP3 ഗേറ്റഡ് കാൽസ്യം 2+ ചാനൽസിനെ ഓണാക്കുന്നു. IP3 ഗേറ്റഡ് കാൽസ്യം 2+ ചാനൽസിനെ ഓണാക്കുന്നു. അതുവഴി സെല്ലിന്റെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കാൽസ്യം എവിടേക്ക് വരുന്നു? സെല്ലിന്റെ പുറത്തോട്ടേക്ക് വരും അല്ലേ? സെല്ലിന്റെ പുറത്തോട്ടേക്ക് വരുന്നു. സെല്ലിന്റെ ഉള്ളിൽ കാൽസ്യം 2+ന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അതുവഴി സെല്ലുലാർ സിഗ്നലിംഗ് ഓൺ ആവും. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാൽസ്യം കാൽമോഡലിൻ കോംപ്ലക്സുകളുടെ തന്നെ ഫോർമേഷൻ നടക്കുന്നത്. കാൽസ്യം 2+ കാൽമോഡലിന്റെ കോംപ്ലക്സുകളുടെ ഫോർമേഷൻ നടക്കുന്നത് ഈ സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്നും കാൽസ്യം റിലീസ് ചെയ്യും. അത് കാൽമോഡലിൻ കോംപ്ലക്സുമായിട്ട് ഫോർമേഷൻ നടത്തും ഇല്ലേ? അങ്ങനെ ഏത് ഓൺ ആവുന്നു? പ്രോട്ടീൻ കൈനേസ് C ഓണായി. പ്രോട്ടീൻ കൈനേസ് C ഓണായിട്ട് ബാക്കിയുള്ള സെല്ലുലാർ പ്രോസസ്സുകൾ ക്യാരി ഔട്ട് ചെയ്യപ്പെടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Phospholipase C plays a central role in the signal transduction by. First one is converting the ATP to cyclic AMP. ആണോ? അല്ല. ATP നെ cyclic AMP ആക്കി മാറ്റുന്ന എൻസൈം ഏതാ നമ്മൾ പഠിച്ചത്? അഡിനൈൽ സൈക്ലേസ് അല്ലേ പഠിച്ചത്? അപ്പോൾ അതല്ല ആൻസർ. Second one is cleaving the PIP2 to generate IP3 and DAG. So the correct option is this one. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കി നോക്കാം. ആക്ടിവേറ്റിംഗ് ദ പ്രോട്ടീൻ കൈനേസ് A അല്ല. പ്രോട്ടീൻ കൈനേസ് A നെയാണ് ഓൺ ആക്കുന്നത്? അല്ലല്ലോ. ബൈൻഡിങ് ഡയറക്ട്ലി ടു G പ്രോട്ടീൻ ടു ഇനാക്ടിവേറ്റ് ദ ആണോ? ഇല്ലല്ലോ. G പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടോ? ഇല്ല. ആ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് B. ക്ലീവിംഗ് ദ PIP2 ടു IP3 ആൻഡ് DAG ആക്കി മാറ്റുന്നു എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും പ്രോസസ്സുകൾ മനസ്സിലായില്ലേ? ഇതാണ് ഒരു സെല്ലുലാർ സിഗ്നലിംഗിൽ നടക്കുന്ന G പ്രോട്ടീൻ GPCR മീഡിയേറ്റഡ് ആയിട്ടുള്ള സിഗ്നലിംഗിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓരോ പ്രോസസ്സ് ഉണ്ട്. GPCRൽ G-alpha സ്റ്റിമുലേറ്ററി വരാം, G-alpha ഇൻഹിബിറ്ററി വരാം, G-alpha ഓൾഫാക്ടറി വരാം, G-alpha Q ഉണ്ട്, G-alpha O ഉണ്ട്,
ജി ആൽഫ ട്രാൻസ്ഡ്യൂസിൻ ഉണ്ട്. ഓരോ മെത്തേഡ് ഉണ്ട്. ഓരോ മെത്തേഡിലും കോമൺ മെക്കാനിസം ആണിത്. ലിഗാൻഡ് ചെന്ന് റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നു, അവിടെ ജി പ്രോട്ടീൻ ആക്ടിവേഷൻ നടക്കുന്നു, ജി പ്രോട്ടീൻ ആര് ഓൺ ആക്കുന്നു, എഫക്ടർ മോളിക്യൂളിനെ ഓൺ ആക്കുന്നു, എഫക്ടർ മോളിക്യൂൾ സെക്കൻഡ് മെസ്സഞ്ചറിനെ ഓൺ ആക്കുന്നു, സെക്കൻഡ് മെസ്സഞ്ചർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ഓൺ ആക്കിയിട്ട് ആ ജീൻ ഓൺ നടക്കുന്നു. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഓൺ ആകുമ്പോൾ ജീൻ ഓൺ ആവുമല്ലോ. ഇതാണ് കോമൺ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത്. ഓരോ മെത്തേഡിലും ജി ആൽഫ എസ് ആയാലും ജി ആൽഫ ഐ ആയാലും ജി ആൽഫ ടി ആയാലും ട്രാൻസ്ഡ്യൂസിൻ ആയാലും ജി ആൽഫ ക്യൂ ആയാലും ഒ ആയാലും ഈ സെക്കൻഡ് മെസ്സഞ്ചർ മാറും, ഈ എഫക്ടർ മോളിക്യൂൾസ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഓവറോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെൽ സിഗ്നലിംഗ് ക്രോസ് ടോക്ക് റെഫേഴ്സ് ടു. ക്രോസ് ടോക്ക് എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ അബിലിറ്റി ഓഫ് വൺ സിഗ്നലിംഗ് പാത്വേ ടു റെഗുലേറ്റ് ദ അതർ. അല്ലേ, ക്രോസ് ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വേർഡ് ബൈ മീനിങ് ഉണ്ട്. ബയോളജിക്കലി മിക്ക വേർഡ്സിൻ്റെയും മീനിങ് അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് അതിൽ തന്നെ ഉണ്ടാവും. ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഓപ്ഷനിൽ തന്നെ ഉണ്ട് ദ അബിലിറ്റി ഓഫ് സിഗ്നലിംഗ് പാത്വേസ് ടു റെഗുലേറ്റ് ദ അനദർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ആണോ, മൂവ്മെന്റ് ഓഫ് പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ ക്രോസ് ടോക്ക് എന്ന് പറയാറുണ്ടോ? ഇല്ല. അതെങ്ങനെയാണ്? ചാനൽസ് വഴിയും ഗേറ്റ് വേസ് വഴിയും പമ്പ്സ് വഴിയും എല്ലാം ഇത് സിഗ്നലിംഗ് മോളിക്യൂൾസ് നമ്മളെ എക്സ്ട്രാ സെല്ലുലാർ എക്സോപ്ലാസ്മിക് റീജിയനിൽ നിന്നും നമ്മളെ സൈറ്റോപ്ലാസ്മിക് റീജിയനിലോട്ടേക്ക് വരുന്നത്. തേർഡ് ഓപ്ഷൻ ഈസ് ദ ഇനാക്ടിവേഷൻ ഓഫ് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആഫ്റ്റർ യൂസ്. ദ ഇനാക്ടിവേഷൻ ഓഫ് സിഗ്നലിംഗ് മോളിക്യൂൾസിന്റെ ഇനാക്ടിവേഷൻ ആണ് സംഭവിക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല. ഇനി നെക്സ്റ്റ് വൺ ഈസ് അത് ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വരുന്നില്ല. ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു സെൽസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സെൽസ് ഇന്ററാക്ട് ചെയ്യുന്നതിന് നമ്മൾ ക്രോസ് ടോക്സ് എന്ന് പറയുന്നത് ഇല്ല. അതൊരു സിഗ്നലിംഗ് ആയിട്ട് റിലേറ്റഡ് അല്ല. അപ്പോൾ ക്രോസ് ടോക്സ് മീൻസ് ദ അബിലിറ്റി ഓഫ് വൺ സിഗ്നലിംഗ് പാത്വേ ടു റെഗുലേറ്റ് ദാറ്റ്. ഒരു സിഗ്നലിംഗ് പാത്വേ അടുത്തതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പ്രോട്ടീൻ കൈനേസ് എ, PKA. നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. PKA ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ ബൈൻഡിങ് ഓഫ് വിച്ച് മോളിക്യൂൾ? നമ്മളെ പ്രോട്ടീൻ കൈനേസ് എ എന്ന് പറയുന്ന മോളിക്യൂൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? കൈനേസ് എന്ന് പറയുന്ന മോളിക്യൂള് ഫോസ്ഫോറിലേഷന് വേണ്ടിയിട്ടുള്ള അല്ലേ. പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ കൈനേസസുകൾ ഉണ്ടാവും അല്ലേ. PKA, PKC, PKB എന്നൊക്കെ പറയുന്ന എന്താ? പ്രോട്ടീൻ കൈനേസ് എ, പ്രോട്ടീൻ കൈനേസ് ബി, പ്രോട്ടീൻ കൈനേസ് സി. അവരെല്ലാം ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഫോസ്ഫോറിലേഷൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ആ മോളിക്യൂൾസിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒന്നില്ലെങ്കിൽ ആ മോളിക്യൂൾ ഓൺ ആവും അല്ലെങ്കിൽ ആ മോളിക്യൂൾ ഓഫ് ആവും. അതാണ് ഫോസ്ഫോറിലേഷൻ വഴി നോർമലി സെൽസിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് PKA എങ്ങനെ ഓൺ ആവുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു എഫക്ടർ മോളിക്യൂൾ സെക്കൻഡ് മെസ്സഞ്ചറിനെ ഓണാക്കും, സെക്കൻഡ് മെസ്സഞ്ചർ ഇതുപോലുള്ള എൻസൈംസിനെ ഓണാക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് വെച്ചിരിക്കുന്നത് ഏത് സെക്കൻഡ് മെസ്സഞ്ചറാണ് ഈ PKAനെ ഓണാക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് സൈക്ലിക് AMP. Second one is GTP, guanosine triphosphate. Third one is diacylglycerol. Diacylglycerol നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു. മെംബ്രെയിനിൽ ഹാങ്ക് ചെയ്ത് നിൽക്കുന്ന മോളിക്യൂളാണ് ഡാഗ് എന്ന് പറയുന്നത്. പിന്നെ ഡി, ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ. അതും മെംബ്രെയിനിൽ കാണപ്പെടുന്നതാണ്. ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ നമ്മൾ മെംബ്രെയിൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടില്ലായിരുന്നോ? മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഫോസ്ഫേറ്റ് ഏതൊക്കെ മോളിക്യൂൾ ഉണ്ട് എന്നുള്ള ഹെഡ് ഗ്രൂപ്പിന്റെ ബേസിൽ ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു മോളിക്യൂളാണ് ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ എന്ന് പറയുന്നത് അല്ലേ. ഫോസ്ഫാറ്റിഡൈൽ സെറൈൻ, ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ, ഫോസ്ഫാറ്റിഡൈൽ സെറൈൻ, ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ എന്നൊക്കെ പറഞ്ഞ മോളിക്യൂൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു മോളിക്യൂളാണ് ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മോളിക്യൂളാണ് പ്രോട്ടീൻ കൈനസ് എനെ ഓണാക്കുന്നത്? നമുക്ക് ആ സിഗ്നലിംഗ് പ്രോസസ്സ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. ഇതാണ് നമ്മളെ PKA എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലേ. PKA എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടോ? ഈ PKA മോളിക്യൂളിന് 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റ് ഉണ്ട്. അതാണ് C കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 2 കാറ്റലിറ്റിക് സബ് യൂണിറ്റും ഉണ്ട്, 2 റെഗുലേറ്ററി സബ് യൂണിറ്റും ഉണ്ട്.
പക്ഷേ ഈ കാറ്റലിറ്റിക് സബ് യൂണിറ്റിനെ ഈ റെഗുലേറ്ററി സബ് യൂണിറ്റ് മാസ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ PK എന്ന് പറഞ്ഞ എൻസൈം ഓൺ ആവണമെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം ഇല്ലേ? ഈ ആറും റെഗുലേറ്ററി കമ്പോണൻറ്റ് കാറ്റലിറ്റിക് കമ്പോണൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂളാണ് എന്ത്? സൈക്ലിക് AMP. സൈക്ലിക് AMP ആണ് ആരെ ഓണാക്കുന്നത്? പ്രോട്ടീൻ കൈനേസ് എനെ ഓണാക്കുന്നത്. എങ്ങനെ ഓണാക്കുന്നത്? സൈക്ലിക് AMP. ഓരോ സൈക്ലിക് AMPയും റെഗുലേറ്ററി കമ്പോണൻറ്റുമായിട്ട് ചെന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. റെഗുലേറ്ററി കമ്പോണൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഒരു റെഗുലേറ്ററി കമ്പോണൻറ്റിൽ 2 സൈക്ലിക് AMP മോളിക്യൂൾസ് ചെന്നിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 സൈക്ലിക് AMP മോളിക്യൂൾസ് ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റെഗുലേറ്ററി കമ്പോണൻറ്റിന് കാറ്റലിറ്റിക് കമ്പോണൻറ്റിൻ്റെ മേലുള്ള ഏതുണ്ടാകുന്നു? മാസ്കിങ് ഒഴിയാകുന്നു. അങ്ങനെ കാറ്റലിറ്റിക് കമ്പോണൻറ്റ് ഫ്രീ ആകും. അപ്പം ഇതിന് എന്ത് ആക്ടിവിറ്റി ഇപ്പോൾ ഓണായി? ഫോസ്ഫോറിലേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഓണായി. അങ്ങനെയാണ് എന്ത്? നമ്മളെ PKA ഓണാവുന്നത്. PKAയിലേക്ക് എന്ന് പറയുന്ന സമയത്ത് 2 റെഗുലേറ്ററി കമ്പോണൻ്റ് ഉണ്ട്, 2 കാറ്റലിറ്റിക് കമ്പോണൻ്റ് ഉണ്ട്. അവിടേക്ക് നമ്മൾ സൈക്ലിക് AMP ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ സൈക്ലിക് AMP ചെന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ മാസ്കിങ് ഒഴിവാകുന്നു. അത് കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ബൈൻഡിങ് ആണ് കേട്ടോ. കോഓപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈക്ലിക് AMP ചെന്ന് ഇവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേ സൈക്ലിക് AMP ചെന്ന് ഇവിടെ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. കുറച്ചും കൂടി ഫ്രീ ആവും. അതിനാണ് നമ്മൾ കോഓപ്പറേറ്റീവ് ബൈൻഡിങ് എന്ന് പറയും. ഈ കോഓപ്പറേറ്റീവ് ബൈൻഡിങ് വഴി ആ മാസ്കിങ് ഒഴിവാകുന്നു. നമ്മളെ കാറ്റലിറ്റിക് ആയിട്ടുള്ള ഏരിയ ഓൺ ആവുന്നു. അതിന് ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നമ്മളെ PKA അപ്പോൾ ഓണായി നമുക്ക് പറയാം. അപ്പോൾ ദ ആൻസർ ഈസ് സൈക്ലിക് AMP അല്ലേ? സൈക്ലിക് AMP ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് in the GPCR pathway of rod cells, in the GPCR pathway of rod cells involved in the vision, which molecule is responsible for the activation of G protein transducin? ഞാൻ പറഞ്ഞു GPCR സിഗ്നലിങ്ങിന് എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്? G-alpha-T എന്ന് പറയുന്നത്. G-alpha-T is an example for GPCR സിഗ്നൽ. ഈ T എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്ഡ്യൂസിൻ ആണ്. ട്രാൻസ്ഡ്യൂസിൻ which means നമ്മൾ ഇത്രയും നേരെ സിഗ്നലിംഗ് പറയുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള പ്രോസസ്സ് അല്ലേ പഠിച്ചത്? ഇവിടെ ആയിട്ടുള്ള റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും. ഈ റിസപ്റ്റർ മോളിക്യൂൾസിലേക്ക് ലിഗാൻഡ് ചെന്ന് ബൈൻഡ് ചെയ്യും ഇല്ലേ? ലിഗാൻഡ് ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. ലിഗാൻഡ് ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇൻ ദ GPCR pathway of rod cells involved in the vision, which molecule is responsible for the activation of G protein? ഏത് മോളിക്യൂളാണ് G പ്രോട്ടീനെ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് മോളിക്യൂളാണ്? G-alpha ട്രാൻസ്ഡ്യൂസിൻ്റെ കേസിൽ GPCR സിഗ്നലിംഗ് വരുന്ന സമയത്ത് നമ്മളെ റോഡോപ്സിൻ എന്ന് പറഞ്ഞ മോളിക്യൂളാണെന്ത് അവിടെ ഓൺ ആവുന്നത് അല്ലേ? ഓൺ ആക്കുന്നത് വിഷൻ്റെ ഭാഗമായിട്ട് റോഡോപ്സിൻ എന്ന് പറയുന്നതുള്ള റിസപ്റ്റർ മോളിക്യൂളാണ് ഇവിടെ ഓൺ ആവുന്നത്. ഈ റിസപ്റ്റർ മോളിക്യൂൾ ഓൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിഷൻ കിട്ടുന്നത്. വിഷൻ പോസിബിൾ ആവുന്നത് അങ്ങനെയാണ്. GPCR സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ടാണത് G-alpha ട്രാൻസ്ഡ്യൂസിൻ സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ട് റോഡോപ്സിൻ ഓൺ ആവും. റോഡോപ്സിൻ എന്ന് പറഞ്ഞ സിഗ്നലിംഗ് മോളിക്യൂൾ ഓൺ ആവുന്ന സമയത്ത് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഇൻഹിബിറ്ററി മോളിക്യൂൾസിൻ്റെ ലെവല് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവൽ താഴെപ്പോൾ അതുവഴിയാണ് നമുക്ക് സിഗ്നലിംഗ് പോസിബിൾ ആകുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് റോഡോപ്സിൻ. ബാക്കിയുള്ളത് നോർമൽ. ഫോസ്ഫോലിപ്പേസ് C എന്ന് പറയുന്നത് എഫക്റ്റർ മോളിക്യൂൾ ആണ്. പ്രോട്ടീൻ കൈനേസ് C എന്ന് പറയുന്നതും ഒരു നമ്മൾ സെക്കൻഡ് മെസ്സഞ്ചർ ഓൺ ആക്കുന്നതായിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഇത് എൻസൈം ആണിത് പ്രോട്ടീൻ കൈനേസ് C. അതൊന്നും ഈ സിഗ്നലിംഗിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ പറഞ്ഞ സിഗ്നലിംഗ് പ്രോസസ്സിന്റെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് വരുന്നു, റോഡോപ്സിൻ എന്ന് പറഞ്ഞ റിസപ്റ്റർ മോളിക്യൂൾ ഓൺ ആവുന്നു. റിസപ്റ്റർ മോളിക്യൂൾ ഓൺ ആവുന്നതിന്റെ ഭാഗമായിട്ട് എന്താവുന്നു, നമ്മളെ ഇവിടെ
നമ്മളെ ജി ആൽഫ GTP ഫോമിലോട്ടേക്ക് മാറുന്നു. ജി ആൽഫ GTP ഫോമിലേക്കായി മാറിയതിന് ശേഷം അത് ആരെ ഓണാക്കുന്നു? PDE ഓണാക്കുന്നു. ഫോസ്ഫോഡൈഎസ്ട്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ ഓണാക്കുന്നു. എങ്ങനെ ഓണാക്കുന്നത്? അതിൻ്റെ 2 ഗാമ സബ് യൂണിറ്റ് സെപ്പറേറ്റ് ആവും. അങ്ങനെ ഗാമ സബ് യൂണിറ്റ് സെപ്പറേറ്റ് ആവുന്നത് വഴി ഫോസ്ഫോഡൈഎസ്ട്രേസ് എന്ന് പറഞ്ഞ എൻസൈം എന്താക്കുന്നു? സൈക്ലിക് AMPനെ തിരിച്ച് GMP എന്ന് പറഞ്ഞ മോളിക്യൂൾ ആക്കിയിട്ട് മാറ്റും. അല്ലേ, നിങ്ങൾ പഠിച്ചതല്ലേ? സൈക്ലിക് AMP എന്ന് പറഞ്ഞ മോളിക്യൂളിനെ തിരിച്ച് GMP എന്ന് പറഞ്ഞ മോളിക്യൂളാക്കി തിരിച്ച് മാറ്റി വെക്കും. സൈക്ലിക് GMP ആവുന്ന സമയത്ത് അവിടെ ആ സെൽ സിഗ്നലിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യപ്പെടില്ല. സെൽ സിഗ്നലിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. അങ്ങനെയാണ് നമുക്ക് വിഷൻ പോസിബിൾ ആവുന്നത്. Next question. In the RAS-MAP kinase signaling pathway, RAS is activated by the binding to which molecule? In the RAS-MAP kinase signaling pathway, RAS is activated by binding to which molecule? ഏത് മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് RAS എന്ന് പറയുന്ന G പ്രോട്ടീൻ ഓൺ ആവുന്നത് എന്നാണ്. RAS എന്ന് പറയുന്നത് ഒരു മോണോമറിക് G പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു മോണോമറിക് ആയിട്ടുള്ള G പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് എന്ത്? RAS എന്ന് പറയുന്നത്. RAS. അപ്പോൾ RAS എങ്ങനെയാണ് ഓൺ ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ സിഗ്നലിംഗ് പ്രോസസ്സ് നോക്കിയാലോ? അപ്പോൾ സിഗ്നലിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് RAS-MAP സിഗ്നലിംഗ് പാത്വേൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? റിസപ്റ്റർ മോളിക്യൂൾ ചെന്നിട്ട് റെഡ് കളറിലുള്ള റിസപ്റ്റർ മോളിക്യൂൾ ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് ലിഗാൻഡ് മോളിക്യൂൾ ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. അത് നമ്മളെ റിസപ്റ്റർ മോളിക്യൂൾസിനെ ഓൺ ആക്കുന്നു. അല്ലേ, റിസപ്റ്റർ മോളിക്യൂൾസിനെ ഓൺ ആക്കുന്നു. അവിടെ ട്രാൻസ്ഫോസ്ഫോറിലേഷൻ നടന്നു. ഓട്ടോഫോസ്ഫോറിലേഷൻ നടന്നു. ഓട്ടോഫോസ്ഫോറിലേഷൻ ആയിട്ടുള്ള റിസപ്റ്റർ മോളിക്യൂളിലേക്ക് ആര് ചെന്ന് ബൈൻഡ് ചെയ്യും? GRB2 എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. GRB2 എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ബൈൻഡ് ചെയ്യും. എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത്? അവരുടെ SH2 എന്ന് പറയുന്ന ഡൊമൈൻ യൂസ് ചെയ്തിട്ടാണ്. SH2 എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈൻ. SH2 എന്ന് പറയുന്ന ഡൊമൈനാണ് എപ്പോഴും ഫോസ്ഫോറിലേഷൻ കണ്ട് അപ്പം ചെന്ന് ബൈൻഡ് ചെയ്യുന്ന ഡൊമൈനാണ് അത് SH2 എന്ന് പറയുന്നത്. അവിടെ ഫോസ്ഫോറിലേഷൻ ഉണ്ട്, അവിടേക്ക് ചെന്നിട്ട് SH2 എന്ന് പറഞ്ഞ ഡൊമൈൻ ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ GRB2ൻ്റെ SH2 എന്ന് പറഞ്ഞ ഡൊമൈൻ ചെന്നിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം അവിടെ അതിൻ്റെ SH3 ഡൊമൈനിലേക്ക് സോസ് എന്ന് പറഞ്ഞ മോളിക്യൂൾ ചെന്ന് ബൈൻഡ് ചെയ്തു. സോസ് എന്ന് പറഞ്ഞ മോളിക്യൂളിലേക്കാണ് ഇത് നമ്മളെ RAS എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ചെന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഇതാണ് RAS. അല്ലേ, റാസിലേക്ക് ചെന്നിട്ട് ബൈൻഡ് ചെയ്തു. അങ്ങനെയാണ് റാസിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നത്. GDP ഫോമിൽ നിന്നും അത് ഏത് ഫോമിലേക്ക് എത്തി? GTP ഫോമിലേക്ക് എത്തി. GDPയിൽ നിന്ന് GTPയിലേക്ക് എത്തിയ സമയത്ത് റാസ് ഓണായി ബാക്കിയുള്ള സിഗ്നലിംഗ് പ്രോസസ്സുകൾ നടക്കും. അല്ലേ, ആദ്യം എന്ത് ചെയ്തു? ലിഗാൻഡ് വന്നു, റിസപ്റ്ററിലേക്ക് ഓണായി, റിസപ്റ്റർ വന്ന് ആക്ടിവേഷൻ ലൂപ്പിന് ഓണാക്കി. അവിടെ ട്രാൻസ്ഫോസ്ഫോറിലേഷൻ നടന്നു. ട്രാൻസ്ഫോസ്ഫോറിലേഷൻ നടന്ന ശേഷം ഓട്ടോഫോസ്ഫോറിലേഷൻ കൊടുത്തതിന് ശേഷം അതിലേക്ക് വന്ന GRB2 എന്ന് പറഞ്ഞ മോളിക്യൂൾ GRB2ൻ്റെ ഏത് ഡൊമൈൻ ചെന്നിട്ട് വന്ന് ബൈൻഡ് ചെയ്തു? SH2 ഡൊമൈൻ ചെന്നിട്ട് ബൈൻഡ് ചെയ്തു. ഫ്രീ ആയിട്ടുള്ള ഏതാ? SH3 ഡൊമൈൻ. ആ SH3 ഡൊമൈനിലേക്ക് സോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ഒന്ന് അറ്റാച്ച് ചെയ്തു. സോസാണ് പിന്നെ ആരോ ഓണാക്കുന്നത്? നമ്മളെ RAS എന്ന് പറഞ്ഞ മോളിക്യൂളിനെ ഓണാക്കുന്നത്. GTP എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിനെ ഓണാക്കുന്നത് എന്നുള്ള കാര്യം അല്ലേ. അപ്പം റാസിനെ ഓണാക്കുന്ന ആരാ? റാസിലേക്ക് എങ്ങനെയാണ് വരുന്നത്? GDP മാറി GTP ആവുന്ന സമയത്താണെന്ത്? റാസ് എന്ന് പറഞ്ഞ മോളിക്യൂള് ഓൺ ആവുന്നത്. അല്ലേ, സോഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ GDP മാറി GTP ആവുന്ന സമയത്ത് നമ്മുടെ സാധാരണ G പ്രോട്ടീനിൽ എന്താണ് സംഭവിക്കുന്നത്? സെയിം സംഭവം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ സിഗ്നലിംഗ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേ, റാസിനെ ആരോണാക്കും? GTP മോളിക്യൂൾസ് ഓണാക്കും. GTP മോളിക്യൂൾസ് ആയിരിക്കും എന്ത് ഓണാക്കുന്നത്? GTP മോളിക്യൂൾസ് ആണ് ഓണാക്കുന്നത്. ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ഓണാക്കുന്നത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the JAK-STAT signaling pathway is primarily activated by which type of receptor? JAK-STAT signaling pathway is primarily activated by which type of receptor? ഏത് റിസപ്റ്റർ വഴിയാണ് JAK-STAT signaling pathway ഓൺ ആവുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നേരത്തെ കണ്ടിരുന്നു വേറൊരു ഫോർമാറ്റിൽ. അതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്.
ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണോ? അല്ല. ജി പ്രോട്ടീൻ GPCR സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഏത്? ജാക്സ്റ്റാറ്റ് ഏതിൽ വരുന്ന? എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സിൽ വരുന്നതാണ് എന്ത്? എൻസൈം റിലേറ്റഡ് റിസപ്റ്റേഴ്സിൽ വരുന്നതാണ് ജാക്സ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിസപ്റ്റർ ടൈറോസിൻ കൈനേസ് ആണോ? അല്ല. ടൈറോസിൻ കൈനേസിന് എക്സാമ്പിൾ ആണോ ജാക്സ്റ്റാറ്റ് എന്ന് പറയുന്നത്? അല്ല. നെക്സ്റ്റ് വൺ ഈസ് സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ്. സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഇന്റർലൂക്കിൻസ്, ഇന്റർഫെറോൺസ്, പ്രൊലാക്റ്റിന് എന്നൊക്കെ പറയുന്ന സൈറ്റോകൈൻ മോളിക്യൂൾസ് വന്നിട്ട് അതിൻ്റെ റിസപ്റ്റർ മോളിക്യൂൾസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യപ്പെടും. അവിടെ ഈ റിസപ്റ്റർ മോളിക്യൂളായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ചെയ്തിട്ട് നമ്മളെ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ജസ്റ്റ് അനദർ കൈനേസ്, അതാണ് ഈ ജാക്കിൻ്റെ ഫുൾ ഫോം. ജാക്ക് എന്ന് പറഞ്ഞ മോളിക്യൂൾ ഇൻട്രാക്ട് ചെയ്യുന്നു. ആ ജാക്കാണ് കൈനേസ് ആക്ടിവിറ്റി ഉള്ളത്. ജാക്ക് പിന്നെ സ്റ്റാറ്റിൻ ഓൺ ആക്കും. അപ്പോൾ സൈറ്റോകൈൻ റിസപ്റ്റേഴ്സ് ആണ് എന്ത്? ജാക്ക് സ്റ്റാറ്റ് സിഗ്നലിംഗ് പാത്വേയിൽ വരുന്നത്. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം. ലിഗാൻഡ് മോളിക്യൂള് റിസപ്റ്ററിലേക്ക് ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ട്. ട്രാൻസ്മെംബ്രെയിൻ ആയിട്ടുള്ള ട്രാൻസ്മെംബ്രെയിൻ എന്ന് പറഞ്ഞ് കാണിച്ച സമയത്ത് ശ്രദ്ധിച്ചോ? ഇവിടെ ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മെംബ്രെയിനിൽ സ്പാനിങ് ആയിട്ടുള്ള മോളിക്യൂൾസും പ്രോട്ടീൻ മോളിക്യൂളും ഹെലിക്സ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതാണ് ട്രാൻസ്മെംബ്രെയിൻ ആൽഫ ഹെലിക്സ്. ബീറ്റ ഷീറ്റും ഉണ്ട്, പക്ഷെ വളരെ കുറഞ്ഞ അളവിലാണ്. പക്ഷെ ആൽഫ ഫോമാണ് നമ്മൾ മെയിനായിട്ടും മെംബ്രെയിൻ സ്പാനിങ് ആയിട്ട് കൂടുതലായിട്ടും റിസപ്റ്റർ മോളിക്യൂൾസിന്റെ ഫോമുകൾ കാണിക്കുന്നത്. റിസപ്റ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ്. ഈ പ്രോട്ടീൻ മോളിക്യൂളിന് ഓരോ കൺഫർമേഷൻ ഉണ്ടാവില്ലേ? പ്രൈമറി സ്ട്രക്ചർ ഉണ്ടാവും, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ടാവും, ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ടാവും, ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ടാവും. അതിൽ സെക്കൻഡറി സ്ട്രക്ചർ ആയിട്ടുള്ള ആൽഫ ഹെലിക്സ് ഫോംസ് ആയിരിക്കും നോർമലി മെംബ്രെയിൻ സ്പാൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജാക്ക് ഓൺ ആവുന്നു. ജാക്ക് എന്താക്കുന്നു? ജാക്കിൻ്റെ ഓൺ ആയതിനു ശേഷം ADP ATP ആയിട്ട് പറഞ്ഞ ജാക്ക് ഓൺ ആയി ജാക്ക് സ്റ്റാറ്റിൻ ഓൺ ആക്കും. നെക്സ്റ്റ് വൺ ഈസ് in the calcium phosphatidyl inositol signaling pathway. In the calcium phosphatidyl inositol PAP3 അല്ലേ? phosphatidyl inositol signaling pathway, phospholipase C catalyzes the formation of which two secondary messengers? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ? phospholipase C ആരെയാണ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ആ സിഗ്നലിംഗ് പാത്വേ നമ്മൾ കണ്ടല്ലേ അല്ലേ? സിഗ്നലിംഗ് പാത്വേയിൽ നമ്മൾ ആരുണ്ടായിരുന്നു? ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെംബ്രെയിനിൽ തന്നെ കാണപ്പെടുന്ന ഒരു മോളിക്യൂളാണിത് ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ എന്ന് പറയുന്നത്. ഈ ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ കണ്ടില്ലേ? ഈ ഫോസ്ഫാറ്റിഡൈൽ രണ്ട് അസൈൽ ഗ്രൂപ്പ് വന്നത് അല്ലേ? നമ്മളെ ഈനോസിറ്റോൾ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവും, ഈനോസിറ്റോൾ ആയിട്ടുള്ള ഗ്രൂപ്പും ഇവിടെ ഉണ്ടാവും. ഈ ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോളിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ അഡീഷൻ നടക്കുന്നു. അപ്പോൾ അതെന്തായി? PI4 കൈന് ഫോസ്ഫേറ്റ് ആയി. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 4th പൊസിഷനിലേക്ക് ആഡ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? PI45 ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി അല്ലേ? ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ബൈഫോസ്ഫേറ്റ് എന്ന് പറയാം. ഫോസ്ഫാറ്റിഡൈൽ ഈനോസിറ്റോൾ ബിസ്ഫോസ്ഫേറ്റ്. അതിലേക്കാണ് നമ്മൾ ഏത് മോളിക്യൂൾ ഏത് എൻസൈം ചെന്ന് ആക്ട് ചെയ്യുന്നത്? ഫോസ്ഫോലിപ്പേസ് സി. മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഫോസ്ഫോലിപ്പേസ് സി എന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആരൊക്കെ ഉണ്ടാവും? നമ്മളെ ഡൈഅസൈൽ ഗ്ലിസറോൾ എന്ന് പറഞ്ഞ 1,2 ഡൈഅസൈൽ ഗ്ലിസറോൾ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ ഉണ്ടായി. ഡൈഅസൈൽ കണ്ടോ? രണ്ട് ഡൈഅസൈൽ മോളിക്യൂൾ വന്നു. ഗ്ലിസറോൾ ബാക്ക് ബോണിലേക്കാണ് ഇതാ 1, 2, 3 അല്ലേ? ഗ്ലിസറോൾ ബാക്ക് ബോണിലോട്ടേക്ക് രണ്ട് ഡൈഅസൈൽ ഗ്ലിസറോൾ അസൈൽ ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ എന്തുണ്ടായി? നമ്മളെ ഈനോസിറ്റോൾ 1,4,5 ഫസ്റ്റ് ഗ്രൂപ്പില് 4th ഗ്രൂപ്പില് 5th കാർബൺ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ആര് അറ്റാച്ച് ചെയ്യുന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിന്റെ ഫോർമേഷൻ നടക്കുന്നു. ഈ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണെന്ത്? ബാക്കിയുള്ള നമ്മളെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ ചെന്നിട്ടുള്ളത് IP3 ഗേറ്റഡ് കാൽസ്യം 2+ ചാനൽസിനെയൊക്കെ ഓൺ ആക്കുന്ന ആരാണ്? നമ്മൾ ഈ IP3 എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളാണ് അല്ലേ? അപ്പോൾ ഫോസ്ഫോലിപ്പേസ് സി ആണ് ഡാഗിന്റെ IP3 മോളിക്യൂളിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? സോ ദ കറക്റ്റ് ആക്ഷൻ ഈസ് cyclic AMP and protein kinase A ആണോ? അല്ല. നെക്സ്റ്റ് വൺ ഈസ് ഡൈഅസൈൽ ഗ്ലിസറോൾ ആൻഡ് ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
diacylglycerol and triazine inferred. GTP and GDP ആണോ? അല്ല. GTP GDP ഫോർമേഷൻ നടക്കുന്നത് ടൈറോസിൻ കൈനസ് ആൻഡ് മാപ് കൈനസസ് ആണോ? അല്ലല്ലോ. ടൈറോസിൻ ആൻഡ് മാപ് കൈനസിന്റെ വഴിയാണ് ഫോസ്ഫോലിപ്പേസ് സി ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്.